കർണാടക ഷിരൂരിൽ ട്രെഡ്ജർ ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ 5ാം ദിനവും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിലും അർജുന്റെയോ ട്രക്കിന്റെയോ സൂചനകളൊന്നും ലഭിച്ചില്ല. വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്നും സിജു കണ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷിജു, നേരത്തെ ലോക സാന്നിധ്യം കണ്ടെത്തിയ കോൺടാക്ട് പോയിന്റ് 3ലും 4ലുമായിരുന്നു തെരച്ചിൽ ഇന്നലെ നടന്നിരുന്നത്. ഇന്നും ആ ഒരു ഭാഗത്ത് തന്നെയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ രാവിലെ തെരച്ചിൽ ആരംഭിച്ചു എന്ന് അറിയുവാൻ സാധിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ദൂരി, ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ അർജുന്റെ ട്രക്കിന്റെയും വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ 5ാം ദിനവും തുടരുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം നടക്കുന്നു. ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസം രാത്രിയും ശക്തമായ മഴ പ്രദേശത്തുണ്ടായിരുന്നു. മഴ മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് നേരത്തെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 2 കേന്ദ്രീകരിച്ച് തെരച്ചിൽ പൂർത്തിയാക്കിയ ശേഷം കോണ്ടാക്ട് പോയിന്റ് 1ലേക്ക് മാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രക്കുണ്ടാകാൻ ഏറ്റവും സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലം കോണ്ടാക്ട് പോയിന്റ് 4ലും കോണ്ടാക്ട് പോയിന്റ് 3ലും തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കാര്യമായ ഒന്നും വിവരവും ലഭിച്ചില്ല. ഈ അപകടം നടന്ന 71ാം ദിവസമാണ്. 71 ദിവസം പിന്നിടുമ്പോഴും അർജുന്റെ ട്രക്കിനെയോ കുറിച്ചുള്ള കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അർജുന്റെ ട്രക്കിൽ ഉപയോഗിച്ചിരുന്ന കയറിന്റെ ചെറിയ ഭാഗം, അതോടൊപ്പം തന്നെ ചെറിയ ലോഹ ഭാഗം ഉൾപ്പെടെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് നേരത്തെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഈ 4-5 ദിവസമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എങ്കിലും പ്രതീക്ഷയോടെ ഇന്ന് തെരച്ചിൽ തുടരുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നു. അതോടൊപ്പം അവരോടൊപ്പമുള്ള മുങ്ങൽ വിദഗ്ധർ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിച്ചെന്ന് ഓരോ ഭാഗവും വിശദമായി പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയാണ് ഇപ്പോൾ തുടർന്ന് കൊണ്ടിരിക്കുന്നത്. ഈ കോണ്ടാക്ട് പോയിന്റ് 2വിൽ പരിശോധന പൂർത്തിയാക്കി, തെരച്ചിൽ പൂർത്തിയാക്കി തൊട്ട് മുകൾ ഭാഗത്തുള്ള നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തിന് തൊട്ടു താഴെയായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലന്റെ നേതൃത്വത്തിൽ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 1ലേക്ക് തെരച്ചിൽ നീട്ടും. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തോതിൽ ആ ഭാഗത്ത് മണ്ണ് നീക്കം നടത്തിയിരുന്നു മിനിഞ്ഞാന്ന്. അതിനുശേഷം വീണ്ടും ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ തീരഭാഗത്തോട് ചേർന്ന്, ദേശീയപാതയോട് ചേർന്ന് ലക്ഷ്മണ നായിക്കിന്റെ ചായക്കടയുണ്ടായിരുന്ന അതിന്റെ തൊട്ട് പിന്നിലുള്ള ഭാഗത്ത് മണ്ണടിഞ്ഞു കിടപ്പുണ്ട്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തും. ഡ്രഡ്ജർ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് സാധ്യമാകുന്ന നിലയിൽ മണ്ണ് നീക്കം നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരച്ചിൽ 5ാം ദിനവും തുടരുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വരും ദിവസങ്ങളിലും ഈ തെരച്ചിൽ തുടരണമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ, ദൗത്യം തുടരണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സിന്ദൂരി. സിജു, ഇന്നലത്തെ തെരച്ചിലിന് പ്രധാന വെല്ലുവിളിയായി മാറിയത് മഴയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, മഴയൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. എങ്കിലും നിലവിലത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ സ്വഭാവം എങ്ങനെയാണ്? ഇന്നും തെരച്ചിലിന് മഴ ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടോ? സിന്ദൂരി, കഴിഞ്ഞ ദിവസം മുതൽ ഷിരൂരിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴും ഇന്നലെ രാവിലെ ശക്തമായ മഴ പെയ്തതൊഴിച്ചാൽ പകൽ നേരങ്ങളിൽ മഴ കുറവായിരുന്നു. മഴ മാറി നിന്നിരുന്നു. ഉച്ച സമയങ്ങളിൽ വെയിൽ തെളിഞ്ഞ ചെറിയ വെയിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. തെരച്ചിലിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും തെരച്ചിൽ തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. ഇന്നലെ രാത്രി പിന്നീട് ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും രാവിലെയുമായി പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു വരുന്നു. ചെറിയ വെയിൽ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ നിലവിൽ അനുകൂലമാണെന്ന് പറയാം. മഴയുണ്ടെങ്കിലും തിരച്ചിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഴയിലെ ജലനിരപ്പും കുറവാണ്. രാവിലെ വേലിയിറക്ക സമയമാണ്. അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പുഴയിൽ അനുകൂല സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥയും അനുകൂല സാഹചര്യമാണ്. എങ്കിലും പ്രദേശത്ത് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്.